ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ രാത്രികാല ചിന്തകളാണ്. അവരുടെ ഇപ്പോഴത്തെ കറണ്ട് എനർജി സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ നോക്കാം. നിങ്ങളോടുള്ള ഫീലിങ്സ് എന്തുമാത്രമാണ് ഈ ഒരു സമയത്ത് എന്നൊക്കെയുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് വീഡിയോ ആണ്. ഇതെപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യം മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. പേഴ്സണൽ റീഡിംഗ് ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയുടെ പേര് മനസ്സിൽ പറയുക, പോസിറ്റീവായിട്ടിരിക്കാം. അവരുടെ ഇപ്പോഴത്തെ കറണ്ട് എനർജി സിറ്റുവേഷനൊക്കെ നമുക്കൊന്ന് നോക്കാം എന്താണെന്നുള്ളത്. കറണ്ട് എനർജി നോക്കുന്ന സമയത്ത് നമുക്ക് കിട്ടിയ ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഇനി അവരുടെ ഫീലിങ്സ് നമുക്കൊന്ന് നോക്കാം. അവരുടെ എന്തുമാത്രം ഫീലിങ്സ് ആണ് അവർക്ക് നിങ്ങളോടുള്ളത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ത്രീ ഓഫ് ഷോർട്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു മനോഭാവം എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്കിവിടെ മാസ്റ്റർ ഡെക്കായിട്ട് വന്ന തന്നെ ഡബിൾ എനർജിയാണ്. ഫീലിങ്സ് നോക്കുന്ന സമയത്ത് നമുക്കറിയുന്നത് ഭയങ്കരമായിട്ടുള്ള പെയിൻ അവർ അനുഭവിക്കുന്നുണ്ട്. ഒരു നിങ്ങൾക്കിടയിൽ ശക്തമായ തേർഡ് പാർട്ടി സിറ്റുവേഷനാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എന്നാൽ അവരുടെ കറണ്ട് എനർജി നമുക്ക് നോക്കുന്ന സമയത്ത് അവർ നിങ്ങളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് എന്നതാണ് നമുക്കിവിടെ കാണുന്നത്. അവർക്ക് നിങ്ങളോടുള്ള മനോഭാവം നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത്. അവർ ഒരു നല്ലൊരു സമയം അവരൊരു സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് എന്നതാണ് കാണുന്നത്. ഒരു സമയം എന്ന് അവരുടെ ഇപ്പോഴത്തെ ഒരു സമയദോഷം എന്നൊക്കെ ഉള്ളതിനെക്കുറിച്ചാണ്. അപ്പോൾ അവർക്ക് നിങ്ങളോടുള്ള മനോഭാവം എന്ന് പറയുന്നത് തന്നെ അവർ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഈ ഒരു സമയവും കടന്നു പോകും, അല്ലെങ്കിൽ നിങ്ങളെ നല്ല രീതിയിൽ ഈ ഒരു സമയത്തിനുള്ളിൽ, അല്ലെങ്കിൽ ഈ അവരുടെ ഭാഗത്തൊരു പ്രശ്നങ്ങളുണ്ടോ അതിൽ നിന്നൊക്കെ തരണം ചെയ്ത് ഈ ഒരു കണക്ഷൻ, നിങ്ങളുമായിട്ടുള്ള ബന്ധം വീണ്ടും നല്ല രീതിയിൽ മുന്നോട്ട് വരും എന്നൊക്കെയുള്ള ഒരു ധാരണയിലാണ് അവർ നിങ്ങളെ ചിന്തിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് വേണ്ടി ഇപ്പോൾ നിങ്ങളോടുള്ള ഒരു മനോഭാവം എന്ന് പറയുന്നത് തന്നെ അവർക്ക് മനസ്സിലാവുന്നുണ്ട് ഈ ഒരു സമയം കടന്നു പോകും എന്ന് പറയുമ്പോൾ അവർക്ക് വേണ്ടി എന്നായാലും നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടാകും എന്നുള്ളൊരു ധൈര്യം ഒക്കെയാണ് ഇപ്പോഴത്തെ ഈ ഒരു ടൈം. ഇത് കടന്നു പോകും, ഈ ഒരു സിറ്റുവേഷനൊക്കെ മാറിക്കിട്ടും, ഈ ഒരു വേദന മാറും, നിങ്ങൾ അവരുടെ തന്നെയാണ് എന്നുള്ളൊരു വിശ്വാസം. ഒരിക്കലും നിങ്ങൾ അവരെ വിട്ടു പോവില്ല. ഇന്നിപ്പോൾ ഇങ്ങനെയാണെങ്കിലും എന്നായാലും നിങ്ങൾ അവർക്ക് തന്നെ കിട്ടും എന്നൊക്കെയുള്ള കുറേ ആഗ്രഹങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു ചിന്തകളും അവരുടെ ചിന്തകളാണത്. നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരിക്കലും നിങ്ങൾ അവരെ വിട്ടു പോകില്ല എന്നൊക്കെയുള്ള ഒരു ചിന്താഗതിയിലാണ് അവരുടെ മനോഭാവം നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് നിങ്ങൾ ഒരിക്കലും അവരെ വിട്ടു പോവില്ല, നിങ്ങൾ ഒരിക്കലും അവരെ ഒഴിവാക്കില്ല എന്നൊക്കെയുള്ള ഒരു ചിന്തയിലാണ് നിങ്ങളുടെ വ്യക്തിയുള്ളത്. ഇനി നമുക്ക് ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അതായത് അവരുടെ കറണ്ട് സിറ്റുവേഷൻ നോക്കുമ്പോൾ അവർ നിങ്ങളെ ഒരുപാട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നമുക്ക് നോക്കാം. അവർ ഏത് സമയത്തും ഇപ്പോൾ നിങ്ങളെ അന്വേഷിക്കുന്നുണ്ട്, നിങ്ങൾ വാച്ച് ചെയ്യുന്നുണ്ട് അവർ നല്ല രീതിയിൽ. ഈ ഒരു സമയത്ത് നിങ്ങൾ ഒരു ഇമോഷണലി നിങ്ങളുമായി കണക്റ്റായ ഒരു വ്യക്തിയുടെ ഒരു എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരുപാട് ഫീലിങ്സ് ഈ സമയത്ത് നിങ്ങളടുത്തുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. അവരുടെ കറണ്ട് എനർജി നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് ഈ വ്യക്തി വേറൊരു വ്യക്തിയുടെ കൺട്രോളിലാണ് അകപ്പെട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അവരുടെ സിറ്റുവേഷൻ നോക്കുമ്പോൾ അതാ കാണുന്നത് കേട്ടോ. ഏതോ ഒരു വ്യക്തിയുടെ കൺട്രോളിലാണ്. ചില സാഹചര്യത്തിൽ ആ വ്യക്തിയുടെ അമ്മയായിരിക്കാം, ചില സാഹചര്യത്തിൽ അവരുടെ സിസ്റ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ വേറൊരു വ്യക്തിയായിരിക്കാം ഈ വ്യക്തിനെ കൺട്രോൾ ചെയ്യുന്നത് എന്നതാണ് കാണുന്നത്. പക്ഷേ നിങ്ങളടുത്ത് ഈ വ്യക്തിക്ക് ഒരുപാട് സ്നേഹം ഈ ഒരു സമയത്തുണ്ട്. അതാണ് നിങ്ങളെ തന്നെ അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളെ ഒരുപാട് വാച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാം, നിങ്ങളുടെ
എല്ലാ പേജുകളും നോക്കുന്നുണ്ടാവും, ഫേസ്ബുക്ക്, അതുപോലെ നിങ്ങൾ DP വെച്ച ഫോട്ടോസും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഈ വ്യക്തി ശ്രദ്ധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ ഒരുപാട് നിങ്ങളെ അന്വേഷിക്കുന്നുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഈ സമയത്ത് നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളെ എന്തൊക്കെ നിങ്ങളിപ്പോൾ നോ കോണ്ടാക്റ്റ് ആണെങ്കിലും ഈ ഒരു സമയത്ത് അവർ നിങ്ങളെ ശ്രദ്ധിക്കുന്നു, നിങ്ങളെ ഒഴിവാക്കുന്നില്ല, നിങ്ങളെ എപ്പോഴും അവരുടെ മനസ്സിലുണ്ട്, അവർ നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. പക്ഷെ അവരുടെ കറൻറ്റ് എനർജി നോക്കുമ്പോൾ അവർക്ക് തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്, ആ ഒരു 6 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ് ഈ സമയത്ത് അവരുടെ ഫോക്കസ് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്ന, നിങ്ങൾ ഇഷ്ടപ്പെടുന്നൊക്കെ ചെയ്യുന്നത്, നിങ്ങൾ അന്വേഷിക്കുന്നൊക്കെ ചെയ്യുന്നത്, എന്നാലും ഒരു വശത്താണ് അവരുടെ ഈ ഒരു സമയത്ത് അവരുടെ സ്നേഹം അവരിപ്പോൾ അതായത് ഒരു വശത്ത് അവർക്ക് മറ്റൊരാളെ സഹായിക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ അവർ ഒരു എന്താ പറയുക, ഒരു ഫിനാൻസ് സംബന്ധമായ കാര്യത്തിലൊക്കെ ഉള്ളതുകൊണ്ട് മറ്റൊരാൾക്ക് ഒരു എന്താ പറയുക, കൂടുതൽ അങ്ങോട്ടേക്ക് ഫോക്കസ് കൊടുക്കുന്നു എന്നൊക്കെ പറയില്ലേ. ഇപ്പോൾ നിങ്ങളെ തന്നെയാണ് അവരുടെ മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളെ അന്വേഷിക്കുന്നതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങളോടൊപ്പം നിൽക്കാൻ പറ്റുന്നില്ല അവർക്ക്. അപ്പോൾ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ നോ കോണ്ടാക്റ്റ് അങ്ങനെയൊക്കെ ആയതായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടും. ഇപ്പോൾ പോലും നിങ്ങളെ മനസ്സിലുണ്ട് ആ വ്യക്തിക്ക്, നിങ്ങളെ തന്നെയാണ് അവരുടെ മനസ്സിൽ. നിങ്ങളെ വാച്ച് ചെയ്യുന്നതെന്ന് അറിയുമ്പോൾ അത്രത്തോളം നിങ്ങളെ മനസ്സിൽ ഉള്ളത് കൊണ്ടല്ലേ അവർ നിങ്ങളെ വാച്ച് ചെയ്യുന്നത്. പക്ഷേ അവർ ഇപ്പോൾ ഫോക്കസ് കൊടുക്കേണ്ടി വരുന്നതും സഹായം കൊടുക്കേണ്ടി വരുന്നതും ഫിനാൻഷ്യലി മറ്റൊരു വ്യക്തിനെ അവർ സഹായിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങോട്ടേക്കാണ് സഹായം ആയാലും സ്നേഹം ആയാലും ഇപ്പോൾ കൊടുക്കുന്നത് വേറൊരു വ്യക്തിയിലോട്ടാണ് എന്നതാണ് ഇപ്പോൾ കറണ്ട് എനർജി നോക്കുന്ന സമയത്ത് കാണുന്നത്. ഈ ഒരു സമയത്ത് കിങ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. ഈ ഒരു സമയത്ത് ആ വ്യക്തിയുടെ സിറ്റുവേഷൻ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്, ഭയങ്കരം ദേഷ്യത്തിലാണ് ഈ സമയത്ത്. അവർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കാത്തതിൻ്റെ ദേഷ്യമായിരിക്കും ചിലപ്പോൾ. ചില സാഹചര്യത്തിൽ നിങ്ങൾ അവരോട് പിണങ്ങി നിൽക്കുന്നത് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ വഴക്കിട്ടിട്ടുണ്ടാവാം നിങ്ങളുടെ വ്യക്തിയെടുത്ത്, ആ ഒരു ദേഷ്യമായിരിക്കാം. നിങ്ങളടുത്ത് മിണ്ടാൻ പറ്റുന്നില്ല, അവരുടെ ഈഗോ ഇപ്പോൾ പെട്ടെന്നൊന്നും നിങ്ങളിലേക്ക് വരാൻ സമ്മതിക്കുന്നുമില്ല എന്നോട്ടും നിങ്ങളോട്ടും അവരെ അപ്പോൾ നിങ്ങളിങ്ങോട്ട് വിളിക്കട്ടെ എന്നൊക്കെയുള്ള രീതിയിലായിരിക്കാം. ചില സാഹചര്യത്തിൽ ഈ വ്യക്തിക്ക് ഇപ്പോൾ അവരുടെ ഫാമിലി ആയതുകൊണ്ടായിരിക്കാം കൂടുതൽ പരിഗണന അങ്ങോട്ടേക്ക് കൊടുക്കേണ്ടി വരുന്നു എന്നോട്ടും നിങ്ങൾ ഈ വ്യക്തിനെ നിങ്ങളുടെ അടുത്ത് എന്തോ ഒരു എന്താ പറയുക, ഒരു ദേഷ്യമൊക്കെയാണ്. ഇപ്പോൾ പലതും ഒന്നും ചെയ്യാൻ സാധിക്കാത്തതിൻ്റെ ദേഷ്യമായിരിക്കും ഇപ്പോൾ ആ വ്യക്തി നേരിടുന്നത്. ഇത് തന്നെയാണ് 3 ഓഫ് ഷോർട്സിൻ്റെ എനർജിയാണ്. അപ്പോൾ ഒരു തേർഡ് പാർട്ടി ഉണ്ട് കേട്ടോ, നിങ്ങൾക്കിടയിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട്. ചില സാഹചര്യത്തിൽ അത് അവരുടെ ഫാമിലി ആകാം, കൂടുതലും നമുക്ക് അധികവും വേറൊരു കണക്ഷൻ നിങ്ങൾക്കിടയിൽ പെട്ടിരിക്കുകയാണ്. ആ വ്യക്തിനെ ശരിക്കും അത് കൺട്രോൾ ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ വ്യക്തി ഇപ്പോൾ ഒന്നും ചെയ്യാൻ സാധിക്കാതെ ഒരുപാട് വിഷമം അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളോടുള്ള ഫീലിങ്സ് നോക്കുമ്പോഴും ആ വ്യക്തിക്ക് ഒരു തരം പെയിന് ഉണ്ട് ഉള്ളിൽ, ഒരു എന്താ പറയുക, ഹാർട്ട് ബ്രോക്കൺ സിറ്റുവേഷനിലാണ് അവരുള്ളത്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നതും 3 ഓഫ് ഷോർട്സിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങൾക്കിടയിൽ മറ്റൊരു വ്യക്തിയാണ് ഇതിന് കാരണം. അതുകൊണ്ടാണ് ആ വ്യക്തിക്ക് നിങ്ങളിലേക്ക് വരാൻ പറ്റാത്തതും. ഈ ഒരു സമയത്ത് നിങ്ങൾ മാറി നിൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം. നിങ്ങളെ വിളിക്കാൻ പറ്റാത്തതിൻ്റെ ദേഷ്യം ആ വ്യക്തിക്കുണ്ട് ഈ സമയത്ത്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തിയുടെ സ്വഭാവമാണ്. ഇടയ്ക്ക് അവർക്ക് എന്താ പറയുക, ഈ ഒരു സമയത്ത് ഒന്നും ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു ദേഷ്യത്തിലൊക്കെയാണ് ചില സാഹചര്യത്തിൽ. എന്നിട്ടും എസ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം എന്ന് പറയുന്ന ഈ സമയത്ത് ഒരുപാട് സ്നേഹം നിങ്ങളടുത്ത് ഉണ്ടെന്നാണ് കാണുന്നത്. സ്നേഹം സത്യസന്ധമാണ്, അവർക്ക് ഒത്തിരി സ്നേഹമുണ്ട്. എന്നാൽ നിങ്ങളിലേക്ക് നിൽക്കാൻ പറ്റാത്തതിൻ്റെ ദേഷ്യമാണ്. വേറൊരു വ്യക്തി ഉള്ളത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഇപ്പോൾ ഈ സമയത്ത് ആ വ്യക്തി എന്ന് പറയുന്നത് അവരുടെ ഫാമിലി ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെ വേണ്ട രീതിയിൽ ഇപ്പോൾ പരിഗണിക്കാൻ പറ്റാത്തതുകൊണ്ടോ നിങ്ങളെ ചിലപ്പോൾ കോൺടാക്റ്റ് ചെയ്യാൻ ഈ വ്യക്തിക്ക് പറ്റുന്നുണ്ടാവില്ല. നിങ്ങൾ പറയുന്നുണ്ടാവാം, നിങ്ങൾ ഈ വ്യക്തിയെടുത്ത് ചിലപ്പോൾ പറയുന്നുണ്ടാവാം നിങ്ങൾ അവരുടെ കൂടെ നിൽക്കണമെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് വേണ്ട സമയം ഈ വ്യക്തി തരുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറേണ്ട അവസ്ഥ വന്നിട്ടുണ്ടാവാം. അപ്പോൾ എങ്ങനെയായാലും ഈ സമയത്ത് കോൺടാക്റ്റ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു തരം എന്തൊക്കെയോ വിഷമം ഈ വ്യക്തിക്കുണ്ട്, ഉള്ളിലുണ്ട്. അപ്പോൾ നിങ്ങൾ ചില സാഹചര്യത്തിൽ നിങ്ങൾ നോ കോൺടാക്റ്റ് ആയിട്ടുണ്ടാവാം, നിങ്ങൾ രണ്ടുപേരും പിണങ്ങി പോയിട്ടുണ്ടാവാം നിങ്ങൾ തമ്മിൽ. ഈ ഒരു അവസ്ഥയായതുകൊണ്ടും നിങ്ങൾക്ക് അറിയാമായിരിക്കാം ചിലപ്പോൾ ഇവർക്ക് വേറെ കണക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഇവർക്ക് എന്നെയല്ല ഇപ്പോൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത്, മറ്റൊരു വ്യക്തിനെയാണ്. അതുകൊണ്ട് നിങ്ങൾ വലിയ രീതിയിൽ ഈ വ്യക്തിക്ക് മുഖം കൊടുക്കുന്നുണ്ടാവില്ല. ചില സാഹചര്യത്തിൽ ഈ വ്യക്തി നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ടാവാം, പക്ഷെ നിങ്ങൾ അങ്ങോട്ട് വലിയ രീതിയിൽ അവർക്ക് വേറെ ഉണ്ടല്ലോ എന്നുള്ള ഭാവത്തിൽ നിങ്ങൾ മാറി നിൽക്കുന്നുണ്ടാവാം. ഇവിടെ നിങ്ങളുടെ എനർജി നമ്മൾ നോക്കിയിട്ടില്ല, പക്ഷേ ഈ ഒരു എനർജി കാണുന്ന സമയത്ത് ഞാൻ പറയുന്നതാണ് അങ്ങനെ കേട്ടോ. അപ്പം അങ്ങനെയുള്ള ഒരു മനോഭാവത്തിൽ നിങ്ങൾ മാറി നിൽക്കുന്ന സമയത്ത് ഈ വ്യക്തി കൂടുതലും അത് ഒരു ദേഷ്യം ഈ വ്യക്തിക്ക് ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. ഈ വ്യക്തിക്ക് എന്തുകൊണ്ടാണ് ഈ ദേഷ്യം എന്ന് പറയുമ്പോൾ
നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ട്. പക്ഷെ നിങ്ങളിലേക്ക് ഈ വ്യക്തിക്ക് വേണ്ട രീതിയിൽ ഫോക്കസ് കൊടുക്കാൻ പറ്റുന്നില്ല. ഫോക്കസ് വേറൊരു വ്യക്തിക്കാണ് കൊടുക്കുന്നത്. പക്ഷേ കൂടുതലും അവർ ഫിനാൻസ് സംബന്ധമായ കാര്യത്തിലൊക്കെ ഒരു ഇടപാടുള്ളതായിട്ട് നമുക്കിവിടെ കാണുന്നുണ്ട്. ഇനി നിങ്ങളുടെ വ്യക്തിയുടെ ഫീലിങ്സ് കാണുന്ന സമയത്ത് നമുക്ക് നോക്കാൻ പറ്റുന്ന ഒരുപാട് ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിലാണ് അവരുള്ളത്. അത് എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് നോക്കാം. അത് സത്യത്തിൽ എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ ഡെത്ത് കാർഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തമ്മിൽ നോ കോൺടാക്റ്റ് ആണെന്നുള്ളത് സത്യം തന്നെയാണ്. നിങ്ങളിപ്പോൾ നോ കോൺടാക്റ്റ് ആണ്. അത്രത്തോളം ചിലപ്പോൾ നിങ്ങൾ അങ്ങോട്ട് ഒരു തരത്തിലും നിങ്ങളിപ്പോൾ കോൺടാക്റ്റ് ഇല്ലായിരിക്കാം. നിങ്ങൾ ദീർഘകാല നോ കോൺടാക്റ്റ് ആയിട്ടാണ് കാണുന്നത്. ശരിക്കും ഒന്നുമില്ലാതെ ഇരിക്കുകയാണ്. അപ്പോൾ ഇവർക്കൊരു അങ്ങോട്ടേക്ക് നിങ്ങളിലേക്ക് ചെല്ലാനൊരു മടിയുണ്ട്. അതിൻ്റെ ഒരു ഈഗോ പിടിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഈ വ്യക്തി. പക്ഷെ നിങ്ങൾ ഇങ്ങോട്ട് ചെല്ലാത്തതിൻ്റെ ദേഷ്യമാണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. നിങ്ങൾ ചെല്ലുന്നുണ്ടാവില്ലേ വ്യക്തിയെടുത്ത്. അതുകൊണ്ടാണ് ആൾക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം. ആൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ ഒരു കോൾ വേണം, ഒരു വിളിയെങ്കിലും വേണമെന്ന് വിചാരിക്കുന്നുണ്ട്. ആ വ്യക്തിക്ക് നിങ്ങളിലേക്ക് വരാൻ സാധിക്കുന്നില്ല ഇപ്പോൾ. പക്ഷെ നിങ്ങൾ ഇങ്ങോട്ട് വരൂ എന്നുള്ള ഒരു വിശ്വാസത്തിൽ നിൽക്കുമ്പോഴും നിങ്ങൾ ഈ വ്യക്തിയെടുത്ത് വരുന്നില്ല. ഇത് തന്നെയാണ് ഡെത്ത് കാർഡാണ് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ തമ്മിൽ ഒരു നല്ല ഒരു അകൽച്ചയിലാണുള്ളത്. ഒരു അവസാനിച്ചു പോയൊരു ബന്ധം പോലെ ശരിക്കും ഈ വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ സമയത്ത്. എല്ലാം അവസാനിച്ചു, ഇനി അവൾ എന്നിലേക്ക് വരില്ല, അല്ലെങ്കിൽ അവൻ എന്നിലേക്ക് വരില്ല, ഇനി അവർ ഒരിക്കലും എന്നിലേക്ക് വരില്ല എന്നുള്ളൊരു വിശ്വാസം ഈ വ്യക്തിക്ക് വന്നു. അത് ഈ വ്യക്തിയെ ഭയങ്കരമായിട്ട് പെയിനാണ്. ആ വ്യക്തിക്ക് ഒരുപാട് വിഷമം ഉള്ളിലുണ്ട്. ഒരുപാട് വിഷമിക്കുന്നുണ്ട് ആൾ ഈ സമയത്ത്. നിങ്ങളുടെ അടുത്ത് ഭയങ്കര പാഷനാണ് വ്യക്തിക്ക് എന്നതാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ 10 ഓഫ് ഷോർട്സിൻ്റെ എനർജിയാണ്. ആൾ തളർന്ന്, അതായത് അവരുടെ ഫീലിങ്സിൽ നോക്കുമ്പോൾ ആൾക്ക് എന്താ പറയുക, ഭയങ്കര ഒരു തളർച്ച ഫീൽ ചെയ്യുന്നുണ്ട്. ആൾക്ക് എന്താ പറയുക, നിങ്ങളില്ലാത്തതിൻ്റെ ഒരു തളർച്ചയായിരിക്കാം, അല്ലെങ്കിൽ ഈ വ്യക്തി പെട്ടിരിക്കുന്ന സ്ഥലത്തുള്ള ഒരു തളർച്ചയായിരിക്കാം. കാരണം നിങ്ങളുടെ ഫീലിങ്സ് നോക്കുന്ന സമയത്ത് ആൾക്കൊരു എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ ശാരീരികമായും മാനസികമായും ആളൊരു തളർന്നു പോയൊരവസ്ഥ. അപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ വഴക്ക് നടന്നതിൻ്റേതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം. അവസാനമായിട്ട് നിങ്ങൾ പിണങ്ങുന്ന സമയത്ത് ഒരിക്കലും ഇനി എല്ലാം അവസാനിച്ചു എന്നുള്ള ഒരു വാക്ക് നിങ്ങൾ ചില സാഹചര്യത്തിൽ പറഞ്ഞ് നിങ്ങൾ നോ കോൺടാക്റ്റ് ആയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുന്ന സമയത്ത് ഈ വ്യക്തി നിങ്ങളടുത്ത് പറഞ്ഞ് ചിലപ്പോൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവാം. എന്തെങ്കിലുമൊക്കെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടംപിടുത്തം സ്വഭാവം കാണിച്ചിട്ടുണ്ടാവാം. ചിലപ്പോൾ കോൺടാക്റ്റിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ എന്തെങ്കിലും വഴക്ക് പറഞ്ഞതിൻ്റെ ഒരു ഇതായിരിക്കാം. ആളെ ഭയങ്കരമായിട്ട് തളർത്തിയിട്ടുണ്ട്. ആ ഒരു ഫീലിങ്സ് നോക്കുമ്പോൾ മനസ്സിലായിരുന്നു ശരിക്കും ആളൊരു നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ആൾക്ക് വരുന്ന ഒരു ഫീലിങ്സ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഹാർട്ട് ബ്രോക്കൺ സിറ്റുവേഷനാണ്. ആളെ ഭയങ്കരമായിട്ട് മുറിവേൽപ്പിക്കുന്നുണ്ട്, ആളെ തളർത്തി കളയുന്നുണ്ട് എന്നതാണ് കാണുന്നത്. ആൾ ഈ സമയത്ത് അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് നോക്കുമ്പോൾ നിങ്ങളെ എന്താ പറയുക, ഈ ഒരു സമയത്ത് അവർ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾ ഒരുപാട് അവരുടെ ലൈഫിലേക്ക് ഒരു സ്പിരിച്വൽ കണക്ഷനുള്ള വ്യക്തികളാണ്, അല്ലെങ്കിൽ യൂണിവേഴ്സായിട്ട് നിങ്ങളെ അവർക്ക് ഒരു ലഭിച്ച ഒരു വ്യക്തിയാണെന്നുള്ളത് ഇവർ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളോട് ഈ ഒരു സമയത്ത് അവർക്കൊരുപാട് ഫീലിങ്സ് ഉണ്ട്. ചില സാഹചര്യത്തിൽ നിങ്ങൾ തമ്മിൽ ഏജ് ഡിഫറൻസ് ഉള്ളവരായിരിക്കാം, അതുപോലെ കാസ്റ്റ് ഡിഫറൻസ് ഉള്ളവരായിരിക്കാം. അപ്പോൾ എങ്ങനെയായാലും ഈ വ്യക്തി അതും നിങ്ങൾക്കിടയിൽ ഒരു കാരണമാവാം. ഏജ്, ഫിനാൻസ് സംബന്ധമായ കാര്യത്തിലൊക്കെ എല്ലാ കാര്യത്തിലും നിങ്ങൾ ഡിഫറൻസ് ഉള്ള ആൾക്കാരായിരിക്കാം. അപ്പോൾ നിങ്ങൾ ഈ വ്യക്തി ഒരു സ്പിരിച്വലായിട്ട് അതായത് കാണുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് അത്രത്തോളം ഈ വ്യക്തിക്ക് കിട്ടുന്നതിലും വെച്ച് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് നിങ്ങളെന്ന് ഈ വ്യക്തി കരുതുന്നുണ്ട്. നിങ്ങളെ ആ വ്യക്തിക്ക് ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ പോലും നിങ്ങളെ അത്രത്തോളം ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ഒരു റിയൂണിയൻ പോലും ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളിലൂടെ. അത്രത്തോളം ഒരു എന്താ പറയുക, ഈ ഒരു സമയത്ത് അവർ യൂണിവേഴ്സിനോട് അപേക്ഷിക്കുന്നുണ്ട്. ചില സാഹചര്യത്തിൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളിപ്പോൾ നോ കോൺടാക്റ്റ് ആണെങ്കിൽ അവർ വേറെ ഗൈഡൻസ് തേടുന്നുണ്ടാവാം. നിങ്ങളെ കിട്ടാനായിട്ട് നിങ്ങൾ തിരിച്ചു വരുമോ എന്ന് അവരും നിങ്ങളെ അന്വേഷിക്കുന്നുണ്ടാവും. ഈ സമയത്ത് അവർ വേറെ ഗൈഡൻസ് ഒക്കെ തേടുന്ന സമയമായിരിക്കാം എന്നും കാണുന്നുണ്ട്. അവർക്ക് നിങ്ങളുടെ ഫീലിങ്സ് നോക്കുമ്പോൾ ഒരു റിയൂണിയനൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ന്യൂ ബിഗിനിങ് വേണമെന്ന് നിങ്ങളുമായിട്ട് അവർ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ഇനി നിങ്ങളോടുള്ളൊരു മനോഭാവം നമുക്കൊന്ന് നോക്കാം. വീൽ ഓഫ് ഫോർച്യൂണാണ്. അവർ ആഗ്രഹിക്കുന്നത് ഒരിക്കലും നിങ്ങൾ അവരെ വിട്ടു പോവില്ല, നിങ്ങളെന്നും അവരുടെ കൂടെ ഉണ്ടാകും എന്നുള്ളൊരു വിശ്വാസം ആ വ്യക്തിക്കുണ്ട്. ഈ ഒരു സമയം കടന്നു പോകും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ്. ഇവിടെ 6 ഓഫ് കപ്സാണ് അപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ എന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തിയുടെ മനോഭാവം നോക്കുമ്പോൾ അവർ ചിന്തിക്കുന്നത് നിങ്ങളുടെ കണക്ഷൻ എന്ന് പറയുന്നത് എല്ലാ ജന്മത്തിലും നിങ്ങൾ ഒന്നിക്കേണ്ടവരാണ്.
അതുപോലെ തന്നെ നിങ്ങൾ ചില സാഹചര്യത്തിൽ കുട്ടിക്കാലത്തെ പരിചയമുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക ഈ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ടവരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ സ്കൂൾ ഒരുമിച്ച് പഠിച്ചവരായിരിക്കാം, ഒരേ സ്ഥലത്ത് കളിച്ച് വളർന്നവരായിരിക്കാം നിങ്ങൾ, അല്ലെങ്കിൽ ഒരേ സ്ഥലത്ത് ഉള്ളവരായിരിക്കാം നിങ്ങൾ ഈ കണ്ടുമുട്ടിയത്. ഈ വ്യക്തി ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന ഒരു വ്യക്തിയായിരിക്കാം ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത്. ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരൂ എന്ന്. നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഒരു പ്രതീക്ഷിക്കാതെ സമയത്തായിരിക്കും ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് നിങ്ങളെ കാണുന്ന സമയത്ത് തന്നെ അവർക്ക് ഒരു 6 മാസം നിങ്ങൾ തമ്മിൽ, അല്ലെങ്കിൽ 1 മാസം ആയിട്ടുണ്ടാവും നിങ്ങൾ പരിചയപ്പെട്ടു, പക്ഷേ ഈ വ്യക്തിയുടെ മനസ്സിൽ അതൊരു വർഷങ്ങളോളം നിങ്ങൾ അവരോട് കൂടെയുള്ള ഒരു ഫീല് നിങ്ങൾക്ക് ഈ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അങ്ങനെയുള്ള ഒരു ഫീലാണ് നിങ്ങളെക്കുറിച്ച് ഓർക്കുന്ന സമയത്ത് ഉണ്ടാവുന്നത്. അതാണ് അവരുടെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഉള്ള ഒരു മനോഭാവം എന്ന് പറയുന്നത്. നിങ്ങളെ ഒരിക്കലും മറ്റാരോടും തോന്നാത്ത ഒരു തരം സോൾ കണക്ഷനാണ് അവർക്ക് നിങ്ങളടുത്ത് തോന്നുന്നത്. അപ്പോൾ നമുക്കിവിടെ ഡെത്ത് കാർഡ് എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾക്കിടയിൽ ഡബിളാണ് വന്നിരിക്കുന്നത്. ഈ വ്യക്തി വേറൊരു കണക്ഷനിൽ പെട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ വേറൊരു സിറ്റുവേഷനിലായിരിക്കും, അതൊരു സിറ്റുവേഷൻ ആയിരിക്കാം, അതിൽ പെട്ടുപോയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കിടയിൽ ശക്തമായ തേർഡ് പാർട്ടി സിറ്റുവേഷനാണ് നിങ്ങളെ ഈ ഒരു സിറ്റുവേഷനിലേക്ക് ആക്കി തീർത്തത്, അല്ലെങ്കിൽ ഈ ഒരു ലെവലിലോട്ട് ആക്കി തീർത്തത്. അതാണ് തേർഡ് പാർട്ടി സിറ്റുവേഷനാണ്. നമുക്കിവിടെ ഡബിൾ കാർഡാണ് നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്കായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ മനസ്സിലാകാം ഈ ഒരു വ്യക്തി നിങ്ങളെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ ആ ഒരു സിറ്റുവേഷനാണ് നിങ്ങളെ ഇല്ലാണ്ടാക്കിയത്. നിങ്ങളെ അത്രത്തോളം നിങ്ങളടുത്താണ് ഈ വ്യക്തിക്ക് ശരിക്കും നമുക്ക് കാണാം ഏസ് ഓഫ് കപ്സാണ് എനർജി വന്നിരിക്കുന്നത്. നിങ്ങളടുത്ത് ആൾക്ക് അത്രത്തോളം സ്നേഹമാണ്, അവരുടെ ഡീപ്പ് സ്നേഹം എന്ന് പറയുന്നത് നിങ്ങളടുത്താണുള്ളത്. പക്ഷേ ഒരിക്കലും അതുമായിട്ട് ഈ വ്യക്തിക്ക് മുന്നോട്ട് നിങ്ങളുമായിട്ട് ഇണങ്ങി ചേരാൻ പറ്റാത്തത് വേറൊരു കണക്ഷൻ ഈ വ്യക്തിക്കുള്ളത് കൊണ്ടാണ്. വേറൊരു സിറ്റുവേഷനിൽ ആ ഒരു എനർജിയിലോട്ട് ആൾ പെട്ടിരിക്കുന്നത് കൊണ്ടാണ്, ആൾക്കൊന്നും ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ടാണ്. ഒരിക്കലും നിങ്ങളെ ആൾക്ക് വിട്ടുകൊടുക്കാനും സാധിക്കുന്നില്ല. നിങ്ങളെ വേണം ഈ വ്യക്തിക്ക്. മറ്റാരുടേതാവാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ മറ്റൊരുടെ ആവാൻ ഈ വ്യക്തിക്ക് ഇഷ്ടമല്ല. കാരണം അവർക്ക് നിങ്ങളെ തന്നെ വേണം. കാരണം ആ ഒരു 6 ഓഫ് കപ്സിൻ്റെ എനർജിയിൽ നമുക്ക് മനസ്സിലാവുന്നത് ഇവർക്ക് നിങ്ങൾ വേറെ ആരുടേതാവുന്നത് ഇഷ്ടമല്ല. എന്നാൽ അവർക്ക് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ആയാൽ പോലും അവരത് കാര്യമായിട്ട് എടുക്കുന്നില്ല. പക്ഷെ നിങ്ങൾ അവരുടെ തന്നെ ആവണം എന്നുള്ള ഒരു എനർജിയിലാണ് ആ വ്യക്തി ഉള്ളത്. നിങ്ങളെന്നോ അവരുടേത് മാത്രമാവണം എന്നുള്ള ഒരു ചിന്താഗതിയിലാണ് ആ വ്യക്തി ഉള്ളത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. അത്രത്തോളം സ്നേഹം കരുതൽ ഈ സമയത്ത് നിങ്ങളടുത്തുണ്ട്. പക്ഷെ അത് പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരം ഈ വ്യക്തിക്ക് ഇപ്പോൾ സാധിക്കുന്നില്ല എന്നതാണ് മെയിൻ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളായാലും അങ്ങനെ തന്നെയായിരിക്കാം. ഇപ്പോൾ വലിയ രീതിയിൽ നിങ്ങൾ മുഖം കൊടുക്കുന്നുണ്ടാവില്ല, വലിയ രീതിയിൽ നിങ്ങളിപ്പോൾ വലിയ ഒരു മൈൻഡ് ചെയ്യുന്നുണ്ടാവില്ല. നിങ്ങളിപ്പോൾ ഇവിടെ കാണാം ഒരു ഡെത്ത് കാർഡ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് നാളായിട്ട് മാസങ്ങളായിട്ട് കോണ്ടാക്റ്റിൽ ഇല്ലാത്ത വ്യക്തികളുടെ എനർജിയിലായിട്ടാണ് ഈ റീഡിങ്ങിൽ എനിക്ക് കാണാൻ പറ്റുന്നത്. ഒരു ഓൺ ആൻഡ് ഓഫ് പോലെയല്ല ഇത്. കുറച്ച് നാളായി ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നിട്ട്, അല്ലെങ്കിൽ ഫുൾ നോ കോണ്ടാക്റ്റ് ആയിട്ട് അങ്ങനെയുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കാണുന്നത്. അപ്പോൾ ഈ ഒരു വ്യക്തി ഒരുപാട് സ്നേഹം നിങ്ങളടുത്തുണ്ട്, പക്ഷേ ഒരു ഡബിൾ എനർജി വന്നതുകൊണ്ട് തന്നെ ആൾക്ക് ഇപ്പോൾ പെട്ടെന്ന് നിങ്ങളിലേക്ക് വരാൻ സാധിക്കുന്നില്ല. നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കാം. ഈ വ്യക്തിയിലോട്ട് വരാത്തതിൻ്റെ, ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളോട് ഒരു കോൾ വിളിക്കണം, പക്ഷെ ഈ വ്യക്തിക്ക് നിങ്ങളെ വിളിക്കാമെന്ന് വെക്കുമ്പോൾ അവരുടെ ഈഗോ ഒട്ടും സമ്മതിക്കുന്നുമില്ല. ഇപ്പോൾ നിങ്ങളിലേക്ക് വന്നാൽ വീണ്ടും നിങ്ങൾ അവരെ എങ്ങനെയാണ് തിരിച്ച് നിങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തായിരിക്കും എന്നുള്ള ഒരു ഉള്ളിൽ അതുള്ളത് കൊണ്ടായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഈ വ്യക്തിനെ പറഞ്ഞിട്ടുണ്ടാവാം, അത് ഈ വ്യക്തിക്ക് ഭയങ്കര ഹേർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് കാണാം ആ ഒരു 10 ഓഫ് ഷോർട്സ് നിങ്ങൾ വഴക്കുണ്ടായിട്ടുണ്ട്, നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവാം ആ വ്യക്തിനെ മുറിപ്പെടുത്തുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളെ പറഞ്ഞിട്ടുണ്ടാവാം അതും ഈ വ്യക്തിയെ ഹേർട്ട് ചെയ്യാമല്ലോ. കാരണം ഈ വ്യക്തി നിങ്ങളെ എന്തെങ്കിലും മുറിപ്പെടുത്തുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് ഈ വ്യക്തിക്ക് അത് ഓർക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഹാർട്ട് ബ്രോക്കൺ ഉണ്ട്. ഒന്നെങ്കിൽ നിങ്ങളായിരിക്കാം പറഞ്ഞത്, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയായിരിക്കാം നിങ്ങളെ പറഞ്ഞത്, രണ്ടും ആവാം. അതാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഈ വ്യക്തി ഇപ്പോഴും വിചാരിക്കുന്നത് ഈ വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഈ ഒരു സമയം കടന്നു പോകും, നല്ലൊരു സമയം ഈ വ്യക്തിക്ക് നിങ്ങളെ തിരിച്ച് കിട്ടും. തിരിച്ച് ഈ ഒരു വ്യക്തി ഇപ്പോഴുള്ള ഈ ഒരു കണ്ടീഷനിൽ നിന്ന് പുറത്ത് കിടക്കും. ഡബിൾ കാർഡാണ്. അപ്പോൾ അതിൽ നിന്ന് പുറത്ത് കിടക്കും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ആ വ്യക്തി ഉള്ളത്. ഡബിൾ കാർഡ് എന്ന് പറയുമ്പോൾ തന്നെ ആ വ്യക്തി ഒരു എനർജിയിലോട്ട് മാറിയിരിക്കുക, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിലോട്ട് ആൾ പെട്ടിരിക്കുക. ഒരിക്കലും ഒരുപാട് സ്നേഹം നിങ്ങളടുത്തുണ്ടെങ്കിൽ പോലും ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കേണ്ട ഒരു അവസ്ഥ, ഒരു ഫിനാൻഷ്യൽ ഒക്കെ കാണുന്നുണ്ട്, ഒരു പൈസ സംബന്ധമായ കാര്യത്തിലൊക്കെ പെട്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പെട്ടതും ആവാം കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് വന്നിരിക്കുന്നത്. നിങ്ങളെ ചില സാഹചര്യത്തിൽ ഈ വ്യക്തി ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവാം, തൽക്കാലം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉള്ളത് കൊണ്ടാണ് ആൾ നിങ്ങളെ ബ്ലോക്ക് ആക്കിയത്. നിങ്ങളിൽ നിന്ന് ചില സാഹചര്യത്തിൽ മാറി നിൽക്കുന്നുണ്ടാവാം. പക്ഷെ ആൾ നിങ്ങളെ ശരിക്കും ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു കോള് വരുന്നോ എന്നൊക്കെ ആൾ
നോക്കുന്നുണ്ട്, നിങ്ങളുടെ മെസ്സേജ് വരുന്നോ, കോൾ വരുന്നോ. ചില സാഹചര്യത്തിൽ നേരെ തിരിച്ചു ആവാം, നിങ്ങളായിരിക്കാം ഈ വ്യക്തിയെ ബ്ലോക്ക് ചെയ്തത്. അതും ആൾ നോക്കുന്നുണ്ട്, ആൾ നിങ്ങളെ ബ്ലോക്ക് മാറ്റിയോ, നിങ്ങൾ വിളിക്കുമോ എന്നൊക്കെ ആൾ നിങ്ങളെ ശരിക്കും അന്വേഷിക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു നമുക്ക് കുറച്ച് ക്ലൂസ് നമുക്ക് എടുത്തു നോക്കാം. ഇത് ആർക്കൊക്കെ കണക്റ്റ് ആവുമെന്ന് അറിയാനായിട്ട് കുറച്ച് ക്ലൂസ് എടുത്തു നോക്കാം. ഞാനിവിടെ കുറച്ച് ക്ലൂസ് എടുക്കുന്നുള്ളൂ, നമുക്ക് നോക്കാം ഇത് ആർക്കൊക്കെ കണക്റ്റ് ആവുമെന്ന് അറിയാനായിട്ട്. കൊല്ലം, ലെറ്റർ ഇ ആണ്. മിറാക്കിൾസ് ടൈലറിങ്, റിയൂണിയൻ, ഓഗസ്റ്റ്, പൂരുരുട്ടാതി, തിരുവാതിര, ബ്യൂട്ടീഷ്യൻ, ഗ്രീൻ കളർ, കോഴിക്കോട്, ലോങ് ഹെയർ, ലോയർ ആയിരിക്കാം, തിരുവനന്തപുരം, പൂരം നക്ഷത്രം, ഉത്രം നക്ഷത്രം, പൂയം നക്ഷത്രം, എക്സ് എന്ന് കിട്ടിയിട്ടുണ്ട്, ക്യൂ എന്ന് കിട്ടിയിട്ടുണ്ട്, പി ആണ്, ലെറ്റർ പി, ജനുവരി, മകം നക്ഷത്രം, 47 എന്ന് കിട്ടിയിട്ടുണ്ട്, ഡി ആണ്, ലെറ്റർ ഡി കേട്ടോ, ഡി, 30, യെല്ലോ കളർ, 32 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാൻ എല്ലാവർക്കും ഇത് കണക്റ്റ് ആവില്ല. നിങ്ങൾക്ക് കണക്റ്റ് ആവുന്നവർ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു റീഡിങ്ങുമായി വീണ്ടും കാണാം. താങ്ക് യു.